നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേറ് ചേട്ടാ, വണ്ടി എടുത്തോ. എന്തിനാ അമ്മൂട്ടി എന്നെ വിളിച്ചോണ്ട് പോന്നെ? എനിക്ക് സ്കൂളിൽ ഇരുന്നാ മതി. അമ്മൂട്ടി പ്ലീസ് എന്നെ തിരിച്ചു കൊണ്ടാക്ക്. മഴ ഒന്നും മിണ്ടാതിരുന്നേ. മാസ്റ്റർ എന്നെ ചെസ് പഠിപ്പിച്ചരാന്ന് പറഞ്ഞായിരുന്നു. എന്നെ തിരിച്ചു കൊണ്ടാക്കും മുട്ടി. നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ഒരു മാസ്റ്റർ. ഹലോ സുന്ദരി. ചേട്ടായി എവിടെയാ? ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറെ കാണാൻ ഇറങ്ങിയതാ. എന്തു പറ്റി നിങ്ങളെ? അതൊക്കെ പിന്നെ പോവാം. അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വാ. എന്തു പറ്റി? സുന്ദരി ഇപ്പൊ എവിടെ? അതൊക്കെ നേരിട്ട് പറയാം. ചേട്ടായി വേഗം വീട്ടിലേക്ക് വാ. ഞാൻ വീട്ടിലെത്താറായി. വേഗം വാ. ഞാനിപ്പോ വരാം. സുന്ദരി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ എന്തെങ്കിലും പറഞ്ഞ് തടയേണ്ടതായിരുന്നു. പോകാൻ നേരമല്ലേ അച്ഛമ്മ? പോകുന്നത് സ്കൂളിലേക്കാണെന്ന് തന്നെ ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു നോക്കിയതാ, വീതേട്ടനെ വിടാന്നൊക്കെ പറഞ്ഞു നോക്കി. കേക്കണ്ടേ? ഇതിപ്പോ ആ കാർത്തിക്കിനെങ്ങാനും കണ്ട അതോടെ തീരുമല്ല. പ്രിൻസിപ്പളിനെ കാണാൻ പോയിന്നല്ലേ പറഞ്ഞത്? മിക്കവാറും ഓഫീസിൽ കയറി പ്രിൻസിപ്പാളിനെയും കണ്ട് തിരിച്ചു പോരും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദേവി കാത്തോണേ. എന്താ മോളെ, എന്തു പറ്റി? നീ എന്താ മഴയെ വിളിച്ചോണ്ട് വന്നത്? എന്താ മഴമോളെ, എന്താ പറ്റിയത്? മോളിങ് വന്നേ. എന്താ അസുഖം വല്ലതുണ്ടോ മോക്ക്? എനിക്ക് അസുഖമൊന്നുമില്ല. അമ്മൂട്ടി ക്ലാസ്സിൽ കയറി വന്നിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് എന്നെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നു. ഇന്ന് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ചെസ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നതാ. PT മാസ്റ്റർ പ്രത്യേകം പറഞ്ഞിരുന്നതാ. അതിനും ഈ അമ്മൂട്ടി സമ്മതിച്ചില്ല. എന്താ സുന്ദരി, എന്താ ഉണ്ടായത്? ഞാനും ഇത് തന്നെ അമ്മൂട്ടിയോട് ചോദിക്കുന്നത്. ഒന്നും പറയുന്നില്ല അച്ഛമ്മ. എന്താ ചേച്ചി, എന്താ കാര്യം? മാലിനി, മഴയെ മുറിയിലേക്ക് കൊണ്ടുപോ. വാ മോളെ, നമുക്ക് മുറിയിലേക്ക് പോവാം. എന്നെ ആരും കൊണ്ടുപോയൊന്നും വേണ്ട, എനിക്കറിയാൻ പോവാൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി മഴമോളെ ആ സ്കൂളിലേക്ക് അയക്കണ്ട. മഴയെന്ന് നമ്മളോടൊപ്പം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ സ്കൂളും വേണ്ട, ഈ നാടും വേണ്ട. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? ഞാൻ അയാളെ കണ്ടു അച്ചമ്മ. ആ കാർത്തികിനെ കണ്ടു. എം കെ മാസ്റ്റർ എന്ന് മോള് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കാർത്തികിനെ കുറിച്ചാ. അയാളാ സ്കൂളിലെ PT മാസ്റ്റർ. ചേച്ചി സത്യമായിട്ട് അയാളെ കണ്ടോ? കണ്ടു മാലിനി, എന്റെ കണ്ണുകൊണ്ട് അയാളെ കണ്ടു. MK മാസ്റ്റർ അയാളെ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. എന്റെ മോൾ ആരുടെ കയ്യിൽ പെടരുതെന്ന്
ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ച് പൊതിഞ്ഞു കെട്ടി നടന്നുവോ? അവസാനം മോൾ അയാളുടെ കൈ തന്നെ ചെന്ന് പെട്ടു അച്ഛമ്മ. അയാൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. മഴമോളെ ഉന്നം വെച്ച് തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. തെറ്റ് എന്റെ ഭാഗത്തോ? എം കെ മാസ്റ്റർ എന്ന് മഴ ഒരു തരം അഡിക്റ്റ് ആയി സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അതില് വേണ്ട ശ്രദ്ധ എനിക്ക് കൊടുക്കാനാവാതെ പോയി. അതെന്റെ തെറ്റ്. ഒരിക്കലും മഴമോളെ കാർത്തിക്കിന്റെ കൺവെട്ടത്ത് പോലും കൊണ്ടുപോവില്ലെന്ന് ഞാൻ വൈക മാഡത്തിന് സത്യം ചെയ്തു കൊടുത്തത്. എന്നിട്ട് അതെനിക്ക് പാലിക്കാൻ പറ്റിയില്ല. ഇയാള് മഴമോളെ രക്ഷിക്കാനായി അപകടം വരുത്തി വെച്ച് ആശുപത്രിയിൽ കിടന്നപ്പോ മോളെയും കൊണ്ട് ലക്ഷ്മിയമ്മ ഐസി കയറി ഇയാൾ കണ്ടതല്ലേ? അപ്പോ അതിനർത്ഥം എന്താ അച്ഛമ്മ? ലക്ഷ്മിയമ്മയ്ക്ക് PT മാസ്റ്റർ എന്ന് പറയുന്നത് കാർത്തിക്കാണെന്ന് അറിയായിരുന്നല്ലേ? കാർത്തിക്കാണെന്ന് അറിഞ്ഞിട്ടും ലക്ഷ്മിയമ്മ എന്നോട് മറച്ചു വെച്ചു, ചതിച്ചു. എവിടെ ലക്ഷ്മിയമ്മ? ചോദിച്ചത് കേട്ടില്ലേ? ലക്ഷ്മിയമ്മ എവിടെയെന്ന്? മോളെ, നീ ഒന്ന് സമാധാനപ്പെട. ഇല്ല, ഒരു സമാധാനപ്പെടലും ഇല്ല അച്ഛമ്മ ഈ കാര്യത്തില്. മാലിനി, ലക്ഷ്മിയമ്മ എവിടെ? ഇവിടെ ഇല്ലേ? ഉണ്ട്, ടെറസിൽ നിന്ന് തുണി വിരിക്കുക. അച്ഛമ്മ, നമുക്കെല്ലാം അറിയായിരുന്നെന്ന് ഇപ്പൊ സുന്ദരി ചേച്ചി അറിഞ്ഞ? പറയണ്ട, ഇനി അതുകൂടി അവളെ അറിയിക്കണ്ട. നമ്മളും കൂടി സത്യം പറയാതിരുന്നു എന്നറിഞ്ഞ ആ പാവം തകർന്നു പോവും. എന്റെ ചാമുണ്ടേശ്വരി, ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നേ? എന്താ മോളെ? അമ്മയ്ക്ക് മഴയുടെ MK മാസ്റ്ററിനെ അറിയോ? ചോദിച്ചത് കേട്ടില്ലേ? MK മാസ്റ്ററിനെ അമ്മയ്ക്ക് അറിയാമോന്ന്? അത് മോള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ അല്ലേ? അമ്മ മാസ്റ്ററിനെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല. വീണ്ടും എന്റെ മുഖത്ത് നോക്കി കള്ളം പറയല്ലേ?